ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ? വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിങ്ങാണ് ക്യാരറ്റ് പുഡിംഗ്. അതിന് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? നോക്കാം. അതിനായി ഞാനിവിടെ 6 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിത് സ്ലൈസ് രീതിയിൽ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ എല്ലാ ക്യാരറ്റ് സ്ലൈസായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് നന്നായി അടിച്ചെടുക്കാം. ഒരു പേസ്റ്റ് രീതി നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് പേസ്റ്റ് രീതി അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിനി ഒരു പാൻ വെച്ച് നമുക്ക് 2 കപ്പ് പാലൊഴിക്കാം. പാലൊന്ന് ചൂടാകട്ടെ, തിളക്കേണ്ട ആവശ്യമില്ല. നമുക്കപ്പം മറ്റൊരു പാത്രം വെച്ചിട്ട് 100 ഗ്രാം ചൈന ഗ്രാസ് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 100 ഗ്രാം ചൈന ഗ്രാസും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മെൽറ്റ് ആകട്ടെ. സിമ്മ് കൂട്ടി തന്നെ വെക്കുക, ഫ്ലെയിം ചെയ്ത് വെക്കണ്ട, കൂട്ടി തന്നെ വെക്കുക. നന്നായിട്ടൊന്ന് മെൽറ്റ് ആകട്ടെ. ഇപ്പോൾ ചൈന ഗ്രാസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സിം ഓഫ് ചെയ്യാം. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ പാല് തിളച്ച് പോകല്ലേ? പാല് തിളക്കാൻ പാടില്ല, ചൂടായാൽ മതി. നമുക്കിതിലേക്ക് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്കോ ഇല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കാം. ഞാനിവിടെ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായി ഇളക്കി കൊടുക്കുക. പാലും ക്യാരറ്റും എല്ലാം കൂടെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് നമുക്കൊന്ന് അരിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ കട്ടകളൊക്കെ ഉണ്ടാകും. അതിന് പകരം ജസ്റ്റ് ഒന്ന് അരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ചൂടാകുമ്പോൾ നമ്മൾ ഏതിലാണോ എടുത്ത് വെച്ചിരിക്കുന്ന ട്രേ, പുഡിംഗ് ട്രേ എങ്കിൽ പുഡിംഗ് ട്രേ, വേറെ ഏതെങ്കിലും ട്രേ ആണെങ്കിൽ അതിലേക്കാക്കാം. ഞാനിപ്പോൾ പുഡിംഗ് ട്രേ എടുത്തിരിക്കുന്നത്. പുഡിംഗ് ട്രേയിലേക്ക് നമ്മുടെ ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ചൂടുണ്ടാവും, സാരമില്ല. ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കുമ്പോൾ എല്ലാം സെറ്റായിക്കോളും. എല്ലാം അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ ആയി. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാണ്. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. നമുക്ക് റംസാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വായിലിട്ട് അലിഞ്ഞു പോകും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.